കൂട്ടുകാരെ. ഞാനും എന്റെ ചങ്ങാതി രാബു മുയലും ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞു പൂച്ചയെ കുറുക്കനിൽ നിന്ന് രക്ഷിച്ച കഥ കേൾക്കണോ? എന്നാ നമുക്ക് കഥയിലേക്ക് പോയാലോ? ഒരു മനോഹരമായ ഗ്രാമത്തിൽ രണ്ടു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പാച്ചു ഒരു ധൈര്യശാലിയായ കുഞ്ഞുനായ, കുഞ്ഞു ഒരു മിടുക്കിയായ കൊച്ചു പൂച്ച. അവർ ദിവസം മുഴുവൻ കളിച്ചു പാട്ടുപാടി കാട്ടിൽ ഓടിക്കളിച്ചു നടക്കുകയായിരുന്നു. പക്ഷേ അവരറിയാതെ അവരെ ചന്തുകുറുക്കൻ കുട്ടിക്കാട്ടിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചന്തുകുറുക്കൻ മനസ്സിൽ ചിന്തിച്ചു, ഇന്നത്തെ വിശപ്പ് മാറ്റാനുള്ളതായി. അങ്ങനെ പാച്ചുപപ്പി വെള്ളം കുടിക്കാൻ പോയ തക്കത്തിൽ ചന്തുകുറുക്കൻ നമ്മുടെ കുഞ്ഞു പൂച്ചയെ തട്ടിക്കൊണ്ടുപോയി. കുഞ്ഞു കുഞ്ഞു പാച്ചു ഇതൊന്നും അറിയാതെ കുഞ്ഞു പൂച്ചയെ തിരയാൻ തുടങ്ങി. കുഞ്ഞു, നീ എവിടെയാ? പാച്ചു കുഞ്ഞുവിനെ തിരയുന്നതിനിടയിൽ അവിടെ ചന്തുകുറുക്കന്റെ കാലടിപ്പാടുകൾ കണ്ടു. പാച്ചുവിന് സംശയം തോന്നി. അവൻ പേടിച്ചു. എങ്ങനെയെങ്കിലും കുഞ്ഞുവിനെ രക്ഷിക്കണം. ഉടനെ അവൻ സഹായത്തിനായി അവന്റെ കൂട്ടുകാരൻ മസിലൻ മുയലിന്റെ അടുത്തേക്ക് ഓടി. അങ്ങനെ അവൻ റാബുവിന്റെ അടുത്തെത്തി. റാബു അവിടെ ഒരു ക്യാരറ്റ് തോട്ടത്തിൽ ക്യാരറ്റ് പറിക്കുന്ന പണിയായിരുന്നു. പാച്ചു റാബുവിനോട് എല്ലാ കാര്യവും പറഞ്ഞു. എടാ, നമ്മുടെ കുഞ്ഞു പൂച്ചയെ ആരോ പിടിച്ചുകൊണ്ടുപോയി. നമുക്ക് അവളെ ഉറപ്പായും കണ്ടുപിടിക്കാം. അങ്ങനെ അവർ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. പോയി അവർ കറുത്തിരണ്ട കൊടും കാട്ടിലേക്കെത്തി. പാച്ചു തന്റെ മൂക്കുകൊണ്ട് കുഞ്ഞുവിന്റെ മണവാസന പിന്തുടർന്നു. അങ്ങനെ അവസാനം അവരൊരു ഇരുണ്ട ഗുഹക്ക് മുന്നിലെത്തി. പെട്ടെന്ന് ഗുഹയിൽ നിന്ന് മ്യാവ് മ്യാവ് ശബ്ദം. അത് കുഞ്ഞു തന്നെ, പാച്ചു പറഞ്ഞു. അവർ രണ്ടുപേരും ഉള്ളിലേക്ക് കടന്നു. പതുങ്ങി ഉള്ളിൽ ചെന്നപ്പോൾ കുഞ്ഞുവിനെ അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അടുത്തു തന്നെ ചന്തുകുറുക്കൻ നിൽക്കുന്നു. പാച്ചുവിന് കുഞ്ഞുവിന്റെ അവസ്ഥ കണ്ട് സങ്കടമായി. അവൾ ഉള്ളിലുണ്ട്. ഞാൻ ചന്തുകുറുക്കനെ വഴിതിരിക്കാം, നീ കുഞ്ഞുവിനെ പുറത്തിറക്ക്. റാബു ഉടനെ പിറകുവശത്ത് ചെന്ന് ചെടികൾ ഇളക്കി ശബ്ദം ഉണ്ടാക്കി. ശബ്ദം കേട്ട് ചന്തുകുറുക്കൻ ഗുഹക്ക് പുറത്തിറങ്ങി. ശബ്ദം വന്ന ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു മുയൽ. ചന്തുകുറുക്കൻ മനസ്സിൽ കരുതി, ഇന്നിപ്പോൾ കോളടിച്ചല്ലോ. ഉടനെ റാബുവിൻ്റെ പിറകെ ഓടി. പക്ഷെ അപ്പോഴേക്കും റാബു ഒരു സേഫായ സ്ഥലത്ത് ഒളിച്ചു നിന്നിരുന്നു. ചന്തുകുറുക്കൻ കുറേ തിരഞ്ഞു. പക്ഷേ റാബുവിൻ്റെ ഒരു പൊടി പോലും കിട്ടിയില്ല. ഈ തക്കം നോക്കി കുഞ്ഞു ചന്തുകുറുക്കന്റെ ഗുഹയിലേക്ക് കയറി. ശബ്ദം കേട്ട് കുഞ്ഞു വിളിച്ചു വന്നു. കുഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ വന്നിരിക്കുന്നു, പാച്ചു പറഞ്ഞു. പാച്ചുവിനെ കണ്ട് കുഞ്ഞുവിൻ്റെ എല്ലാ പേടിയും പോയി. സമയം കളയാതെ പാച്ചു തന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് കുഞ്ഞുവിനെ കെട്ടിയിട്ട കയറ് മുറിച്ചെടുത്തു. കുഞ്ഞു സ്വതന്ത്രമായി. അവരുടനെ ഗുഹക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. അവർ പോയ പിന്നാലെ ചന്തുകുറുക്കൻ മുയലിനെ കിട്ടാത്ത ദേഷ്യത്തിൽ കുഞ്ഞുവിനെ ഭക്ഷിക്കാൻ ഗുഹയിലേക്ക് വന്നു. എന്നാൽ അവിടെ കുഞ്ഞുവിനെ കാണാനില്ലായിരുന്നു. ചന്തുകുറുക്കന് മനസ്സിലായി, ആരോ അവളെ രക്ഷിച്ചു പോയിരിക്കുന്നു. ഉടനെ ചന്തുകുറുക്കൻ ഗുഹയിൽ നിന്ന് ഇറങ്ങി മണം പിടിച്ച് അവരുടെ പിന്നിലേക്ക് എത്തി. പച്ചുവും കുഞ്ഞുവും റാബുവും വേഗത്തിലോടി. ഒറ്റച്ചാട്ടം. കാരണം റാബു അവിടെ ഒരു ചതിക്കുഴി തയ്യാറാക്കിയിരുന്നു. ഇതറിയാതെ ചന്തുകുറുക്കൻ അതിൽ വീണു. പച്ചുവും കൂട്ടുകാരും സന്തോഷിച്ചു. ഉടനെ അവർ അവരുടെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. മൂവരും സുരക്ഷിതമായി വീട്ടിലെത്തി. കുഞ്ഞു പറഞ്ഞു, പാച്ചു, നീയാണ് എന്റെ ഹീറോ. അങ്ങനെ അവർ മൂന്നുപേരും കളിച്ചു പാട്ടുപാടി സന്തോഷത്തോടെ ഗ്രാമത്തിൽ മുന്നോട്ട് പോയി.